ഹായ് ഹലോ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു സേമിയ കൊണ്ടൊരു പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഗസ്റ്റൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പ്ലീസ്. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് പൊരിക്കാം. പിന്നെ മുന്തിരി വറുത്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് സവാള നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ബ്രൗൺ കളർ ആവോളം സേമിയ ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പലഹാരത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു സേമിയ കേട്ടോ നല്ല ടേസ്റ്റാണ്. കുറച്ച് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. സേമിയ എല്ലായിടത്തും വാങ്ങിക്കൊണ്ടുവന്ന് ഉണ്ടാക്കും. അത്രക്ക് ടേസ്റ്റാണ്. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ മൊരിച്ച സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വേണ്ടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ നെയ്യിൻ്റെയും ഏലക്കാപ്പൊടിയും നല്ലൊരു ടേസ്റ്റാണ്. പ്ലേറ്റിൽ നെയ്യ് തടവിട്ട് ഇതേപോലെ ഒന്ന് വലിയ സ്പ്രെഡ് ചെയ്തെടുക്കാം. ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലേ തണുത്ത് കഴിയുമ്പോൾ നല്ലോണം ചൂടായതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ എടുക്കാൻ, പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ. ഇതേപോലെ ഷേപ്പിൽ കിട്ടും. അങ്ങനെ